Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ഇതരമതസ്ഥയെ വിവാഹം കഴിച്ച യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. മുൻ കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് റിനോയ് ഫെലിക്സിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പിലാത്തറ CM നഗറിലെ N നൌഫലിനാണ് മർദ്ദനമേറ്റത്. പരിയാരം സ്കൂളിന് ബാഡ്ജ് ഓഫ് ഓണർ. പ്രമാദമായ പരിയാരം കവർച്ചാ കേസ് തെളിയിച്ച അന്വേഷണ സംഘങ്ങൾക്കാണ് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചത്. മാടായി പഞ്ചായത്തിന്റെ അടുത്തലയിൽ പ്രവർത്തിക്കുന്ന MCF കെട്ടിടത്തിന് സമീപത്ത് വേർതിരിക്കാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു. മഴ കൂടിയെത്തിയതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് നാട്ടുകാർ. ടെൻഡർ നൽകാതെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് റീടാറിംഗ് പ്രവൃത്തി കരാറുകാരന് നൽകിയത് അഴിമതിയാണെന്നാരോപിച്ച് UDF മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉന്തും തള്ളിലും കലാശിച്ചു. സംഭവത്തിൽ UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. വാർത്തകൾ വിശദമായി. ഇതരമതസ്ഥയെ വിവാഹം കഴിച്ച യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. മുൻ കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് റിനോയ് ഫെലിക്സിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പിലാത്തറ CM നഗറിലെ N നൌഫലിനാണ് മർദ്ദനമേറ്റത്. അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച വിരോധത്തിന് യുവാവിനെ മർദ്ദിച്ച കേസിൽ BJP പ്രവർത്തകൻ റിനോയ് ഫെലിക്സ് ഉൾപ്പെടെ 2 പേർക്കെതിരെ പരിയാരം പോലീസ് കേസെടുത്തു. പിലാത്തറ CM നഗറിലെ N നൌഫലിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കൊല്ലം കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിയാണ് നൌഫൽ. 5 വർഷത്തിലേറെയായി പിലാത്രയിൽ താമസിച്ചു വരികയാണ്. വെള്ളിയാഴ്ച രാത്രി 8:45 CM നഗറിൽ വെച്ചാണ് സംഭവത്തിൽ BJP മുൻ കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റും ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറിയുമായിരുന്ന റിനോയ് ഫെലിക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രതി ദാവീദ് ഒളിവിലാണ്. ഇതരമതസ്ഥയെ വിവാഹം കഴിച്ച വിരോധത്താൽ നൌഫലിനെ തടഞ്ഞു നിർത്തിയ പ്രതികൾ നൌഫലിനെ മർദ്ദിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നൌഫൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം സ്ക്വാഡിന് ബാഡ്ജ് ഓഫ് ഓണർ. പ്രമാദമായ പരിയാരം കവർച്ചാ കേസ് തെളിയിച്ച അന്വേഷണ സംഘങ്ങൾക്കാണ് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചത്. അന്വേഷണ സംഘത്തെ നയിച്ച CIP നളിനാക്ഷൻ, SI PC സഞ്ജയ് കുമാർ, ASI KP സെയ്ദ്, ASI ഷിജു അഗസ്റ്റിൻ, ASI ചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നൌഫൽ അഞ്ചിലത്ത് എന്നിവർക്കാണ് ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചത്. പരിയാരം പോലീസ് സ്ക്വാഡ് വിശ്രമമില്ലാതെയുള്ള കഠിന പരിശ്രമത്തിലൂടെയാണ് കവർച്ചാ കേസിലെ പ്രതികളെ ഒന്നിനു പിറകെ ഒന്നായി കീഴടക്കിയത്. ഒക്ടോബർ 19 പരിയാരം ചിതപ്പിലെപ്പൊയിലെ ഡോക്ടർ ഷക്കീർ, ഡോക്ടർ ഫർസീന ദമ്പതിമാരുടെ വീട്ടിൽ കവർച്ച നടന്നത്. അന്നേ ദിവസം ഇവർ എറണാകുളത്ത് പോയിരുന്നു. രാത്രി വീട്ടിലെത്തിയ കവർച്ചാ സംഘം ജനലഴികൾ മുറിച്ച് അകത്തുകടന്ന ഫർസീനയുടെ മാതൃസഹോദരിയായ വയോധികയെ ഭീഷണിപ്പെടുത്തി 10 പവൻ സ്വർണവും പണവും കവർന്നു. രാവിലെ വീട്ടുജോലിക്കാരി വന്നപ്പോഴാണ് കവർച്ചാ വിവരം പുറത്തറിയുന്നത്. തെളിവുകളൊന്നും ബാക്കി വെക്കാതെയുള്ള കവർച്ചയായിരുന്നു. CCTV തുണികൊണ്ട് മറയ്ക്കുകയും ഇതിന്റെ DVR കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. വിരലടയാളമോ മറ്റു തെളിവുകളോ ഇല്ലാത്ത കേസിൽ ഏത് സംഘമാണ് കവർച്ച നടത്തിയത് എന്നറിയാൻ അന്വേഷണ സംഘം കിണഞ്ഞു പരിശ്രമിച്ചു. നിരവധി CCTVകൾ പരിശോധിച്ചതിൽ നിന്ന് സംശയാസ്പദമായ കാർ കണ്ടെത്തുകയും ഇതിന്റെ നമ്പർ വ്യാജമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഈ വാഹനം പരിയാരം കാഞ്ഞങ്ങാട് ചെർക്കള വഴി കർണാടകയിലേക്ക് പോയതായും കുശാൽ നഗറിൽ എത്തിയതായും മനസ്സിലായി. തുടർന്ന് കുശാൽ നഗറിനടുത്തുള്ള ഹോട്ടലിൽ വെച്ച് കവർച്ചാ സംഘങ്ങളുടെ വ്യക്തമായ ദൃശ്യങ്ങളും കിട്ടി. ഇതിലൂടെ കവർച്ച നടത്തിയത് കുപ്രസിദ്ധ മോഷ്ടാവ് സുള്ളൻ സുരേഷും സംഘവുമാണെന്ന് മനസ്സിലാക്കി. തുടർന്ന് ഓരോ പ്രതികളെയായി പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു. ഒടുവിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി സുള്ളൻ സുരേഷിന് പുറമെ സഹായി അബു എന്ന ഷെയ്ഖ് അബ്ദുള്ളയെയും
തമിഴ്നാട്ടിൽ നിന്ന് സാഹസികമായി പിടികൂടി. ഇവരെ കണ്ടെത്താൻ ശാസ്ത്രീയമായ അന്വേഷണവും സഹായകമായി. അന്നത്തെ കണ്ണൂർ സൈബർ സെൽ SI യദുകൃഷ്ണനും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിജേഷ് കുയിലൂരും ശാസ്ത്രീയമായ അന്വേഷണത്തിന് ഏറെ പിന്തുണ നൽകി. മോഷണ മുതലുകളിൽ 8 പവൻ സ്വർണവും മോഷ്ടാക്കൾ ഉപയോഗിച്ച വാഹനവും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. CIP നളിനാക്ഷൻ, SI സഞ്ജയ് കുമാർ, ASI സയ്യിദ്, ASI ഷിജു അഗസ്റ്റിൻ, ASI ചന്ദ്രൻ, അഷറഫ്, നൌഫൽ അഞ്ചിലത്ത്, രജീഷ് പുഴയിൽ, വനിതാ CPO സൗമ്യ എന്നിവരുമായിരുന്നു അന്വേഷണ സംഘാംഗങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി പഞ്ചായത്തിന്റെ അടുത്തിലയിൽ പ്രവർത്തിക്കുന്ന MCF കെട്ടിടത്തിന് സമീപത്ത് വേർതിരിക്കാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു. മഴ കൂടി എത്തിയതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് നാട്ടുകാർ. മാടായി പഞ്ചായത്തിന്റെ MCF കെട്ടിടത്തിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്നു. പഞ്ചായത്തിലെ 20 വാർഡിലെ മാലിന്യങ്ങൾക്കൊപ്പം മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടേക്ക് എത്തിക്കാറുള്ളത്. അത്തരത്തിലുള്ള മാലിന്യങ്ങൾ ചാക്കുകണക്കിന് കെട്ടിടത്തിന് സമീപത്ത് കൂട്ടിയിട്ടിരിക്കുന്നത് മഴ പെയ്താൽ മാലിന്യങ്ങൾ മഴവെള്ളത്തോടൊപ്പം ഒഴുകി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സിലേക്ക് എത്തുമെന്നാണ് ഇവർ പറയുന്നത്. ഇന്നിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, വലിയ രൂപത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അത് വെയിലും മഴയും കൊള്ളാത്ത രൂപത്തിലല്ല, വെയിലത്തും മഴയത്തും കൂട്ടിയിട്ട് അതിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ വരികയാണ്. പ്ലാസ്റ്റിക് മാലിന്യം ഉപരിയായിട്ട് മറ്റ് മാലിന്യങ്ങൾ കൂടി വരുമ്പോൾ അതിനെല്ലാം മഴ പെയ്ത് വെള്ളം താഴേക്ക് നടക്കുതാഴെ വയലപ്ര, കീയച്ചാല് ഈ ജനവാസ കേന്ദ്രത്തിലാണ് ഒഴുകി പോകുന്നത്. അവിടെ കിണറിലൊക്കെ ഇറങ്ങിച്ചെന്ന് കുടിവെള്ളം പോലും മലിനമായ രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ്. ജനങ്ങളുടെ പ്രതിഷേധം വളർന്നു വരികയാണ്. ഈ അടിയന്തരമായ മാലിന്യം നീക്കം ചെയ്തെങ്കിൽ പഞ്ചായത്തിലേക്ക് ജനങ്ങളുടെ പ്രതിഷേധ മാർച്ചടക്കം നടത്താനുള്ള ആലോചന ജനങ്ങൾ നടത്തി വരികയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ മേഖലയിൽ വന്നിട്ടുള്ളതാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ നിലക്ക് ഇത് വളരെ അടിയന്തരമായി മഴക്ക് മുമ്പ് തന്നെ നീക്കം ചെയ്യുന്നില്ലെങ്കിൽ വലിയ പ്രയാസമുണ്ടാക്കും. അതിന്റെ ഭാഗമായിട്ട് CPIM പ്രത്യക്ഷ സമരം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അധികൃതർ അഭ്യർത്ഥിക്കാനുള്ളത് ഒരു സമര പരിപാടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ മാലിന്യം നീക്കുന്ന ഈ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് CPIM മാടായി നോർത്ത് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. മുൻപും ഈ പ്രശ്നം പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ക്ലീൻ കേരള കമ്പനിയാണ് മാലിന്യങ്ങൾ ഇവിടെ നിന്നും ശേഖരിച്ച് കൊണ്ടുപോകാറുള്ളത്. മാലിന്യം ശേഖരിക്കാൻ കൃത്യമായി അധികൃതർ തയ്യാറാകാത്തത് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നും ആക്ഷേപം ഉയരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ടെൻഡർ നൽകാതെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് റീടാറിംഗ് പ്രവൃത്തി കരാറുകാരന് നൽകിയത് അഴിമതിയാണെന്ന് ആരോപിച്ച് UDF മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉന്തിലും തള്ളിലും കലാശിച്ചു. സംഭവത്തിൽ UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ടെൻഡർ നൽകാതെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് റീടാറിംഗ് പ്രവൃത്തി കരാറുകാരന് നൽകിയത് അഴിമതിയാണെന്നാരോപിച്ച് UDF മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉന്തിലും തള്ളിലും കലാശിച്ചിരുന്നു. സംഭവത്തിൽ SIP യദുകൃഷ്ണന് പരിക്കേറ്റിരുന്നു. ഉദ്ഘാടന പ്രസംഗങ്ങളും കഴിഞ്ഞ ശേഷം ഏതാനും പ്രവർത്തകർ നഗരസഭാ ഗേറ്റിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമാറ്റാൻ നടത്തിയ ശ്രമമാണ് ഉന്തിലും തള്ളിലും കലാശിച്ചത്. സംഭവത്തിൽ 50ഓളം UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. K. ജയരാജ്, AP നാരായണൻ, A. രൂപേഷ്, പിലാക്കൽ അശോകൻ, യാസിൻ, ആകാശ് ഭാസ്കരൻ, ഹർഷാദ്, നവനീത് നാരായണൻ, നവനീത് ഷാജി എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന 40 പേരുടെയും പേരിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPI പയ്യന്നൂർ മണ്ഡലം സമ്മേളനം കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിൽ CCK വെള്ളോറ നഗറിൽ നടന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CP മുരളി ഉദ്ഘാടനം ചെയ്തു. CPI പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറിയായി V. ബാലൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അടിസ്ഥാന വികസനമേറെയുള്ള പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിച്ച് കൂടുതൽ ജനോപകാരപ്രദമാക്കണമെന്ന് CPI പയ്യന്നൂർ മണ്ഡലം സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. ഗതാഗതക്കുരുക്ക് ഏറെ അനുഭവപ്പെടുന്ന പയ്യന്നൂരിൽ ട്രാഫിക് പോലീസ് യൂണിറ്റ് അടിയന്തരമായി സ്ഥാപിക്കുക, നിരവധി യാത്രക്കാർ അനുദിനം ആശ്രയിക്കുന്ന ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കണമെന്നും പരശുരാം എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂളിലെ CCK വെള്ളോറ നഗറിൽ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CP മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. ആ പത്രത്തിന്റെ ഉടമ കൂടി താനാകണം എന്ന താല്പര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും അത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വാർത്ത. എന്നാൽ BJPക്കാകട്ടെ മറ്റൊരു പത്രമുണ്ട്, ജനം എന്ന് പറയുന്ന ഒരു പത്രം, ചാനലുമുണ്ട്. ജനമല്ല, ജന്മഭൂമിയും ജനവും. അത് രണ്ടും മംഗളവും അതോടൊപ്പം ഏഷ്യാനെറ്റുമായാൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ കഴിയുമെന്നാണ്
ഈ അനുഭവത്തിൽ, ലോക സാഹചര്യങ്ങളുടെ അനുഭവത്തിൽ, ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ മാധ്യമ ശൃംഖല മാറിക്കൂട്ടുന്നതിൻ്റെ അനുഭവത്തിൽ ഈ കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ്, സംസ്ഥാന കൗൺസിൽ അംഗം എ പ്രദീപൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ വി ബാബു, താവം ബാലകൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ, കെ അസീസ്, എൻ ബി ഭാസ്കരൻ, കെ വി പത്മനാഭൻ, കെ ആർ ചന്ദ്രകാന്ത്, ശ്രീജിത്ത് കുഞ്ഞിമംഗലം, വി ബാലൻ, എം ഗൗരി എന്നിവർ പ്രസംഗിച്ചു. വി ടി വിജയൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. CPI പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറിയായി ബി ബാലനെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കടന്നപ്പള്ളി പുത്തൂർക്കുന്നിൽ കോൺഗ്രസ് ഓഫീസായ ഇന്ദിരാഭവന് നേരെ നടന്ന അക്രമത്തിൽ കൊടിമരവും ജനൽ ചില്ലുകളും തകർത്തതിൽ പ്രതിഷേധിച്ച് തുമ്പോട്ടയിൽ പ്രതിഷേധ യോഗം നടത്തി. KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പുത്തൂർക്കുന്നിലെ കോൺഗ്രസ് ഓഫീസായ ഇന്ദിരാഭവന് നേരെ കഴിഞ്ഞ ദിവസമാണ് അക്രമം നടന്നത്. കൊടിമരവും ജനൽ ചില്ലുകളും തകർത്തിരുന്നു. 4ാം തവണയാണ് ഓഫീസിന് നേരെ അക്രമം നടക്കുന്നത്. അക്രമത്തിൽ പ്രതിഷേധിച്ച് തുമ്പോട്ടിയിൽ പ്രതിഷേധ പൊതുയോഗം നടത്തി. KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവരെ ആക്രോശിക്കുന്നതിന് പകരം അവരെ നമ്മൾ രണ്ട് കൈയും കെട്ടി സ്വീകരിക്കുകയാണ് വേണ്ടത്. സാർ, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം. ഇതിന്റെ യഥാർത്ഥ ഇതാണ്, സത്യാവസ്ഥ ഇതാണ് സാർ. ഇവർക്കാണ് നീതി ലഭിക്കേണ്ടതെന്ന് നമ്മൾ പറയുമ്പോൾ ആ നാട്ടുകാരെല്ലാവരും കൂടെ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായും ആ അഭിപ്രായത്തിന്റെ ഒപ്പം നിൽക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് നേരെ അക്രമം നടത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നേതാക്കന്മാർ പോകുന്നത് ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. അത് ജനാധിപത്യം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എന്റെ പേര് കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, സന്ദീപ് പാണപ്പുഴ, NK സുജിത്ത്, ബൂത്ത് പ്രസിഡന്റ് PP രാജീവൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് KP ജനാർദ്ദനൻ, K രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ സർഗോത്സവം സമാപിച്ചു. ആസ്വാദകർക്ക് ആനന്ദമേകി ഞായറാഴ്ച ശാസ്ത്രീയ നൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള ഇനങ്ങളാണ് അരങ്ങിലെത്തിയത്. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ സർഗോത്സവം സമാപിച്ചു. ആസ്വാദകർക്ക് ആനന്ദമേകി ഞായറാഴ്ച ശാസ്ത്രീയ നൃത്തം ഉൾപ്പെടെയുള്ള ഇനങ്ങളാണ് അരങ്ങിലെത്തിയത്. ജില്ലാ സർഗോത്സവത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് ജേതാക്കളായി. കാസർഗോഡ് താലൂക്ക് 2ാം സ്ഥാനം നേടിയപ്പോൾ വെള്ളരിക്കുണ്ട് താലൂക്ക് 3ാം സ്ഥാനത്തെത്തി. സമാപന സമ്മേളനത്തിൽ M രാജഗോപാലൻ MLA സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോൺഗ്രസ് എസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും സഹകാരിയുമായിരുന്ന പ്രൊഫസർ TK വിഷ്ണു നമ്പൂതിരിയുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് എസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവും സഹകാരിയുമായിരുന്ന പ്രൊഫസർ TK വിഷ്ണു നമ്പൂതിരിയുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചനം രേഖപ്പെടുത്തി. കണ്ടോന്തർ ഇടമന UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും കഴിയുമായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു അന്ത്യഘട്ടത്തിലേക്കുള്ള നിശബ്ദമായ യാത്രയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലായിരുന്നു അന്നത്തെ സാഹചര്യം. T രാജൻ അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ, MP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് KV മനോജ് കുമാർ, EP ബാലകൃഷ്ണൻ, E ഹരിപ്രിയ, P കുഞ്ഞിക്കണ്ണൻ, പ്രിയേഷ് MP, അഡ്വക്കേറ്റ് V ജയരാജ്, അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, NB ബാലകൃഷ്ണൻ, PV വിമൽകുമാർ, P പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി വത്സരാജൻ കട്ടച്ചേരിയും അരവിന്ദൻ കൂക്കാനവും തയ്യാറാക്കിയ ഡോക്യുമെന്ററി ശ്രദ്ധേയമാകുന്നു. പുന്നക്കോടൻ രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ 16 വയസ്സുണ്ടായിരുന്ന അറക്കുള്ളവൻ കുഞ്ഞമ്പു ഡോക്യുമെന്ററി കണ്ടപ്പോൾ അത് വൈകാരിക മുഹൂർത്തങ്ങൾക്ക് തിരികൊളുത്തി.
പെരളം രക്തസാക്ഷി പുന്നക്കോടൻ കുഞ്ഞമ്പുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി വത്സരാജൻ കട്ടച്ചേരിയും അരവിന്ദൻ കൂക്കാനവും തയ്യാറാക്കിയ ഡോക്യുമെന്ററി ശ്രദ്ധേയമാകുന്നു. ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ സാധാരണ മനുഷ്യരെ അടയാളപ്പെടുത്തുന്നതാണ് ഡോക്യുമെന്ററി. രക്തസാക്ഷ്യം എന്ന ഡോക്യുമെന്ററിയിൽ ഓർമ്മകൾ പങ്കുവച്ച അർക്കൊളവൻ കുഞ്ഞമ്പുവിന്റെ ആഗ്രഹമായിരുന്നു ഡോക്യുമെന്ററി പൂർത്തിയായതിനു ശേഷം വീട്ടിൽ വന്ന് കാണിക്കണമെന്നത്. പ്രായാധിക്യം കാരണം ഇദ്ദേഹത്തിന് പുറത്തുവന്ന് കാണാൻ സാധിക്കില്ലായിരുന്നു. ഡോക്യുമെന്ററി തയ്യാറാക്കിയ വത്സരാജൻ കട്ടച്ചേരിയും അരവിന്ദൻ കൂക്കാനവും വീട്ടിലെത്തി സഖാവിനെ ഡോക്യുമെന്ററി കാണിച്ചപ്പോൾ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് കർഷക പ്രവർത്തകനായിരുന്ന അറക്കുളവൻ കുഞ്ഞമ്പുവിന്റെ മനസ്സ് നിറഞ്ഞു. പഴയകാല ഓർമ്മകളിലൂടെ സഞ്ചരിച്ചപ്പോൾ അത് തികച്ചും വൈകാരികമായ മുഹൂർത്തമായി മാറി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കൊളോണിയൽ ചരിത്ര രീതിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അത് ഇന്ത്യ ചരിത്രമായാലും കേരള ചരിത്രമായാലും കൊളോണിയൽ രീതിയിലാണ് നമ്മൾ ചരിത്ര പഠനം ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ ബദലായിട്ട് നമ്മുടെ ഒരു പ്രാദേശിക ചരിത്രം, മണ്ണിൻ്റെ ചരിത്രം, അത് കൃത്യമായി രേഖപ്പെടുത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഡോക്യുമെൻ്ററി ചെയ്തത്. പുന്നക്കോടൻ കുഞ്ഞമ്പു എന്ന് പറയുന്ന മനുഷ്യൻ, ധീരനായിട്ടുള്ള ആ രക്തസാക്ഷി, ആ രക്തസാക്ഷിയെക്കുറിച്ച് വരും തലമുറ അറിഞ്ഞിരിക്കണം. കമ്മ്യൂണിസ്റ്റ് കർഷക പോരാട്ടങ്ങളെക്കുറിച്ചിട്ട് ഇനി വരുന്ന തലമുറ കൃത്യമായി അവർക്ക് ബോധ്യമുണ്ടായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രക്തസാക്ഷ്യം എന്ന ഈ ഡോക്യുമെന്ററി ചെയ്തത്. പുന്നക്കോടൻ കുഞ്ഞമ്പു രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ അറക്കുളവൻ കുഞ്ഞമ്പുവിന് 16 വയസ്സായിരുന്നു. ഡോക്യുമെന്ററിയിൽ അക്കാലത്തെക്കുറിച്ചും രക്തസാക്ഷിത്വത്തെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ഇദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പന്നിശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭയിലെ 4 വാർഡുകളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ രൂപീകരിച്ച ഷൂട്ടർമാരുടെ പാനൽ ടീം പന്നികളെ തുരത്തുന്നതിനായി പരിശോധന നടത്തി. പയ്യന്നൂർ നഗരസഭയിലെ 4 വാർഡുകളിലായി നടത്തിയ പാനൽ ടീമിന്റെ പ്രവർത്തനം പയ്യന്നൂർ നഗരസഭ വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പന്നിശല്യം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാതായ സാഹചര്യം വന്നതോടെ ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം കാണുന്നതിനായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ രൂപീകരിച്ച പാനൽ ടീം അംഗങ്ങൾ പയ്യന്നൂർ നഗരസഭയിലെ 21, 22, 23, 24 വാർഡുകളിൽ പന്നികളെ പിടികൂടുന്നതിനായി തിരച്ചിൽ നടത്തി. പന്നിശല്യം കാരണം കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നതോടെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ലൈസൻസ് ഉള്ളവരെ സംഘടിപ്പിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടെ ഒരു പാനൽ രൂപീകരിക്കുകയായിരുന്നു. തളിപ്പറമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനു കീഴിൽ വി. രതീശന്റെ നേതൃത്വത്തിൽ പാനൽ രൂപീകരിക്കുകയും ഈ പാനലിന്റെ പ്രവർത്തനങ്ങളിലൂടെ നിരവധി കൃഷിക്കാരെ രക്ഷിക്കാനുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട്. ഈ ടീമിന്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും പന്നിയെ പിടികൂടിയതായി പാനൽ അംഗങ്ങൾ പറയുന്നു. തളിപ്പറമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലില്ല വി. രതീശൻ സാർ അതിന് വളരെയധികം താല്പര്യത്തോടെ മുന്നിട്ടിറങ്ങുകയും നമ്മൾ ഈ പാനൽ രൂപീകരിക്കാൻ വേണ്ടി ഇറങ്ങുകയും ഞങ്ങൾ പാനൽ രൂപീകരിച്ച് അതിൻ്റെ പേരിൽ പല സ്ഥലത്തും ഞങ്ങൾ ഒരു പരിധിവരെ ഞങ്ങൾക്ക് കർഷകരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും മുന്നോട്ട് വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ എന്ത് പ്രയാസം അനുഭവിച്ചാലും കൃഷിക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഉറപ്പ് പറയുകയാണ്. കൃഷി നടത്താൻ കഴിയാത്ത സാഹചര്യം വരികയും രാത്രികാലങ്ങളിൽ ബൈക്ക് യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പയ്യന്നൂർ നഗരസഭയിലെ 4 വാർഡുകളിൽ ഈ ടീമിന്റെ നേതൃത്വത്തിൽ പന്നികളെ പിടികൂടാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ പറഞ്ഞു. ഒരു തരത്തിലുള്ള കൃഷിയും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇതിന്റെ ഈ 4 വാർഡുകളിലുള്ള കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം തന്നെയാണ് ഈ പന്നി ശല്യത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഇതിലെ യാത്രക്കാർക്ക് രാത്രികാലങ്ങളിൽ നടന്നു പോകാനോ ബൈക്കിൽ സഞ്ചരിക്കാനോ കഴിയാത്ത സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. വാർഡ് കൗൺസിലർ വസന്ത രവി ചടങ്ങിൽ പങ്കെടുത്തു. ഷൂട്ടർമാരുടെ ടീം വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കായിക പ്രേമികളിൽ ആവേശമുയർത്തി നവോദയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ദിനം പ്രതി 100 കണക്കിന് പേരാണ് ഫുട്ബോൾ മത്സരം കാണാൻ കുണിയനിൽ എത്തുന്നത്. കരിവെള്ളൂരിലെ കായിക പ്രേമികൾക്ക് സുവർണ സായാഹ്നങ്ങൾ സമ്മാനിച്ച് കുണിയൻ പറമ്പത്തറ മൈതാനത്ത് നടക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ആവേശമാകുന്നു. കുണിയൻ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ടൂർണമെന്റ് നടക്കുന്നത്. കരിവെള്ളൂർ AVS മാർഗ സ്കൂൾ മൈതാനത്ത് വേനൽക്കാലത്ത് 10 പതിറ്റാണ്ടുകളോളം സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മൈതാനം കീറിമുറിച്ചതോടെ ടൂർണമെന്റ് മുടങ്ങി. വർഷങ്ങൾക്കു ശേഷം കരിവെള്ളൂരിൽ വീണ്ടും അരങ്ങേറുന്ന ടൂർണമെന്റ് കാണുന്നതിന് 100 കണക്കിന് കായിക പ്രേമികളാണ് കുണിയൻ പറമ്പത്തറ മൈതാനത്ത് കളി കാണാൻ എത്തുന്നത്. വൈകിട്ട് 5:30-നാണ് മത്സരം ആരംഭിക്കുന്നത്.
ശനിയാഴ്ച നടന്ന ഒന്നാം സെമി ഫൈനലിൽ 1-3 ഗോളുകൾക്ക് FC പയ്യന്നൂർ സിറ്റിസൺ ഉപ്പളയെ പരാജയപ്പെടുത്തി. മെയ് 19 ഫൈനൽ മത്സരം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അത്തിപ്പറമ്പ് റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. എം വിജയൻ MLA കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. അത്തിപ്പറമ്പ് റെഡ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം വിജയൻ MLA നിർവഹിച്ചു. ആദ്യകാല പ്രവർത്തകർ മുൻകാല പ്രവർത്തകർ നടത്തിയ ഒരു വലിയ ഇടപെടലാണ് ഇന്നുൾപ്പെടെ നാം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായ പോരാട്ടം കളിയിടങ്ങളിലാണ്. ആ പോരാട്ടം നാം ഏറ്റെടുക്കുമ്പോഴും പല നാടിൻപുറങ്ങളിലും നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നം സ്വന്തമായി കളിയിടങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ കളിയിടങ്ങൾ സ്വന്തമായി ക്ലബിന്റെ പേരിൽ വാങ്ങിച്ചും അതും ഒരുപക്ഷെ ഈ അറത്തിപ്പറമ്പ് പ്രദേശത്തെ ഏറ്റവും വില കൂടിയ ഒരു സ്ഥലത്താണ് ക്ലബിന്റെ കെട്ടിടവും അതോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ടും. ഇവിടെ റെഡ് സ്റ്റാറിന്റെ നവീകരണം വേണമെങ്കിൽ ഇതിന്റെ ഭാരവാഹികൾക്ക് ഈ ഗ്രൗണ്ടിന്റെ ഏത് ഭാഗത്തുമാക്കാമായിരുന്നു. പക്ഷെ അവർ ഈ ഗ്രൗണ്ടിനെ നിലനിർത്തുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കാണുകയും പി ജനാർദ്ദനൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭനും ലൈബ്രറി ഹാളിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K ശിവകുമാറും സുവനീർ പ്രകാശനും AV രവീന്ദ്രനും നിർവഹിച്ചു. ചടങ്ങിൽ KC തമ്പാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. MV രാജീവൻ, P പ്രഭാവതി, M രാജു, സനൂപ് മോഹൻ, മിഥുൻ മോഹൻ, PV രഞ്ജിത്ത്, VV ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാളിലാണ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഇതര ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയം ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായി 60-ലേറെ വരുന്ന MP-മാരെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തേക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിലാണ് കോൺഗ്രസ് അധികാരത്തിൽ നിൽക്കണം, ആ അധികാരത്തിൽ വരണം എന്നുണ്ടെങ്കിൽ മറ്റു കക്ഷികളുടെ പിന്തുണ കൂടിയേ തീരും. ചടങ്ങിൽ P വാസന്തി അധ്യക്ഷത വഹിച്ചു. MV സുനിൽകുമാർ, PV ചന്ദ്രൻ, P ഉഷ, KV വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തൊഴിലുറപ്പ് മേഖലയും കേരള മുന്നേറ്റവും എന്ന വിഷയത്തിൽ ഡോക്ടർ വത്സൻ പിലിക്കോട് ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് 50 വിദ്യാർത്ഥികളെ ഏറ്റെടുക്കുന്നതിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ ജീവകാരുണ്യ പ്രവൃത്തികൾ മാതൃകാപരമാണെന്ന് KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് 50 വിദ്യാർത്ഥികളെ ഏറ്റെടുക്കുന്നതിന്റെ ഉദ്ഘാടനം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗികളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. ആർഭാടമായ സ്കൂളുകൾ കൂടെയും പുതിയ കുടകളും ബാഗുകളൊക്കെയായി സ്കൂളിന്റെ മുറ്റത്തേക്ക് പോകുമ്പോഴും അവിടെയും മുഷിച്ച വസ്ത്രങ്ങളൊക്കെയായി ഒരു പഴയ ബാഗുമായി പോകുന്ന ധാരാളം കുട്ടികളെയും നമുക്ക് വേദനയിൽ വെക്കാൻ കഴിയും. സമൂഹത്തിൽ പല മേഖലയിൽ പല ആളുകളും, പക്ഷെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സ് വല്ലാതെ നൊമ്പരിക്കുന്ന ഒരു ഏർപ്പാടായിട്ട്. നഗരസഭാ കൗൺസിലറും ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ ചെയർമാനുമായ A രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, DCC എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KV ഭാസ്കരൻ, നവനീത് നാരായണൻ, അർഷാദ് കൗവായി, രാജേഷ് അക്കാലത്ത്, KP രഘുനാഥ്, K സുമിത്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം മാത്തിൽ യൂണിറ്റ് കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം SP രമേശൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാ സാഹിത്യ സംഘം മാത്തിൽ യൂണിറ്റ് കൺവെൻഷൻ മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു.
പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം SP രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല ക്യാമറമാനായിട്ട് ഛായാഗ്രഹകാരനായിട്ട് ഷാജിക്ക് സംസ്ഥാന അവാർഡ് പിന്നീട് നിരവധി സിനിമകളിൽ പോകുന്നില്ല. അതൊരു നല്ല കുട്ടിയുടെ G അരവിന്ദൻ, ഷാജിയൻ സംവിധായകനും ക്യാമറമാനും നമ്മളുടെ ഈ ഒരു വല്ലാത്തൊരു കെമിസ്ട്രി നിരവധിയായ സിനിമകൾക്ക്. കണ്ടംകൊച്ചി നാരായണൻ അധ്യക്ഷത വഹിച്ചു. കോക്കാട് നാരായണൻ, KM സോമൻ മാസ്റ്റർ, RK ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഷാജി N കരുൺ അനുസ്മരണവും പിറവി സിനിമാ പ്രദർശനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പുത്തൂർ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹരമല്ല ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പിലാത്ര ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പുത്തൂർ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹരമല്ല ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പിലാത്തറ ബസ് സ്റ്റാൻഡിൽ ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബ് അവതരണവും നടന്നു. പയ്യന്നൂർ റേഞ്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ TV ജുന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വേനലവധിയിൽ കുട്ടികളുടെ കായിക പരിശീലനം ലക്ഷ്യം വെച്ചുകൊണ്ട് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക പരിശീലന പദ്ധതിക്ക് തുടക്കമായി. PTA നേതൃത്വത്തിലാണ് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമഗ്ര കായിക പരിശീലനം നടപ്പിലാക്കുന്നത്. വോളിബോൾ, കബഡി, ഖോ-ഖോ എന്നീ കായിക ഇനങ്ങളിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ T ദാക്ഷായണി നിർവഹിച്ചു. പ്രിൻസിപ്പൽ K ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് N രാജേഷ്, നീന്തൽ പരിശീലകൻ ചന്ദ്രൻ മാസ്റ്റർ, ഫുട്ബോൾ പരിശീലകൻ സദൻ, രമ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് V ദീപ പദ്ധതി വിശദീകരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തീയക്ഷേമസഭ വെങ്ങര യൂണിറ്റ് വാർഷികാഘോഷം പഴയങ്ങാടി വെങ്ങരയിൽ നടന്നു. ഫോക്ലോർ ഗവേഷകൻ രാഘവൻ പയ്യനാട് ഉദ്ഘാടനം ചെയ്തു. തീയക്ഷേമസഭ വെങ്ങര യൂണിറ്റ് വാർഷികാഘോഷം ഫോക്ലോർ ഗവേഷകൻ രാഘവൻ പയ്യനാട് ഉദ്ഘാടനം ചെയ്തു. എന്ന പേരിൽ കോഴിക്കോട് അവിടുത്തെ റിട്ടയർഡായ ഒരു തഹസിൽദാർ, പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു തഹസിൽദാറുടെ താല്പര്യപ്രകാരമാണ് തീയ മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുന്നത്. അന്ന് ഞാൻ കോഴിക്കോട് താമസക്കാരനാണ്. അവർ എൻ്റെ അടുത്ത് വന്നിരുന്നു. അത് തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അന്നും ഞാനൊരു ആശയപരമായ ഒരു പ്രശ്നത്തിലായിരുന്നു. എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തെങ്കിലും അന്ന് എന്നെ ഭരിച്ചിരുന്ന ഒരാശയം, പ്രധാനപ്പെട്ട ഒരാശയം, നവോത്ഥാനം നേടിയെടുത്തു, നവോത്ഥാനത്തിലൂടെ പുതിയ ലോകം പിടിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ വെങ്ങര യൂണിറ്റ് പ്രസിഡന്റ് മൊത്തങ്ങ ഗോകുലൻ അധ്യക്ഷത വഹിച്ചു. വത്സൻ പിലിക്കോട്, ജില്ലാ സെക്രട്ടറി അജയൻ മത്യാരി, K പവിത്രൻ, വെങ്ങര ഊർക്കഴകം കമ്മിറ്റി സെക്രട്ടറി സതീഷ് പാലോട്ടുകാവിൽ, വനിതാ കമ്മിറ്റി ചെയർമാൻ ചിറയിൽ തങ്കമണി, കൺവീനർ മടപ്പള്ളി മംഗള, വെങ്ങര യൂണിറ്റ് സെക്രട്ടറി കൊമ്പത്ത് മനോഹരൻ, PK രാജേഷ്, ജോയിന്റ് സെക്രട്ടറി മടപ്പള്ളി പ്രമോദ്, കണിയാൽ മാധവി എന്നിവർ പ്രസംഗിച്ചു. IV ദിനേശൻ സുവനീർ പ്രകാശനം ചെയ്തു. മെഗാ തിരുവാതിര, ഫ്യൂഷൻ ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതരമതസ്ഥയെ വിവാഹം കഴിച്ച യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. മുൻ കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് റിനോയ് ഫെലിക്സിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. പിലാത്തറ CM നഗറിലെ N നൌഫലിനാണ് മർദ്ദനമേറ്റത്. പരിയാരം സ്കൂളിന് ബാഡ്ജ് ഓഫ് ഓണർ. പ്രമാദമായ പരിയാരം കവർച്ചാ കേസ് തെളിയിച്ച അന്വേഷണ സംഘങ്ങൾക്കാണ് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ചത്. മാടായി പഞ്ചായത്തിന്റെ അടുത്തിലയിൽ പ്രവർത്തിക്കുന്ന MCF കെട്ടിടത്തിന് സമീപത്ത് വേർതിരിക്കാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു. മഴ കൂടിയെത്തിയതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് നാട്ടുകാർ. ടെൻഡർ നൽകാതെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് റീടാറിംഗ് പ്രവൃത്തി കരാറുകാരന് നൽകിയത് അഴിമതിയാണെന്നാരോപിച്ച് UDF മുനിസിപ്പൽ കമ്മിറ്റി നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉന്തും തള്ളിലും കലാശിച്ചു. സംഭവത്തിൽ UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.